നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഒരു സുവർണ അവസരമുണ്ട്. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ സയന്റിഫിക് ഓഫീസറായിട്ട് നിയമനം ലഭിക്കാവുന്ന ഒരു സുവർണ അവസരം. ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ്. ഗസറ്റഡ് ഓഫീസർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ബാർക്ക്, BARC. ഇവിടെ സയന്റിഫിക് ഓഫീസേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ്. ഇപ്പൊ കേന്ദ്ര അണുശക്തി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്കിൽ നടപ്പാക്കുന്ന ന്യൂക്ലിയർ സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി പരിശീലനത്തിനും തുടർന്ന് സയന്റിഫിക് ഓഫീസർ നിയമനത്തിനും 2 സ്കീമുകളിലായിട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് OCES എന്ന് പറയുന്നത് ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. രണ്ടാമത്തേത് DGFS, DAE ഗ്രാജുവേറ്റ് ഫെലോഷിപ്പ് സ്കീം ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. BTech അഥവാ സയൻസ് PG യോഗ്യതയുള്ളവർക്ക് 1 വർഷത്തെ ഓറിയന്റേഷൻ കോഴ്സ്, 1 ഇയർ ഓറിയന്റേഷൻ കോഴ്സാണ് BTech അല്ലെങ്കിൽ സയൻസ് PG യോഗ്യതയുള്ളവർക്കാണ്. 5 ബാർക്ക് ട്രെയിനിങ് സ്കൂളുകളിൽ പരിശീലന സൗകര്യമാണ് ഇവർക്ക് ലഭിക്കുന്നത്. മുംബൈ, കൽപ്പാക്കം, ഇൻഡോർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 5 ബാർക്ക് ട്രെയിനിങ് സ്കൂളുകളിലാണ് പരിശീലന സൗകര്യം ഉള്ളത്. വിജയകരമായിട്ട് ഈ കോഴ്സ് പൂർത്തിയാക്കുന്നവരെ അണുശക്തി വകുപ്പിൽ സയന്റിഫിക് ഓഫീസർമാരായിട്ട് ഡയറക്റ്റ് ആയിട്ട് നിയമിക്കുകയും ചെയ്യും. ഓക്കെ, ബിടെക്കുകാരെ കൽപ്പിത സർവകലാശാലയായ ഹോമി ഭാഭ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MTech പഠനത്തിന് നിയോഗിക്കും. ഇതിൽ താല്പര്യമില്ലാത്തവർക്ക് മികവ് നോക്കി PG ഡിപ്ലോമ നൽകുകയും ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ BTech അഥവാ ഫിസിക്സ് PG യോഗ്യതയുള്ളവർക്ക് 2 വർഷത്തെ DAE ഗ്രാജുവേറ്റ് ഫെലോഷിപ്പ്, DGFS എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ നിർദ്ദിഷ്ട സ്ഥാപനങ്ങളിൽ ഒന്നിൽ, ഇവിടെ തന്നിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നില് MTech അല്ലെങ്കിൽ കെമിക്കൽ MG പ്രവേശനം നേടിയിരിക്കണം. 1 വർഷത്തെ പഠനത്തിന് ശേഷം അണുശക്തി വകുപ്പ് നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ കോളേജിലെ പ്രോജക്റ്റ് ചെയ്യണം. കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ സയന്റിഫിക് ഓഫീസർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. 4 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ജോലിയും തുടങ്ങാൻ വേണ്ടി സാധിക്കും. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രെയിനിങ് കാലത്ത് 2 വിഭാഗക്കാർക്കും, ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും അതുപോലെ BTech അഥവാ ഫിസിക്സ് PG യോഗ്യതയുള്ളവർക്കും ട്രെയിനിങ് കാലഘട്ടത്തിൽ 55,000 രൂപയാണ് പെർ മന്ത് 55,000 രൂപയാണ് സ്റ്റൈഫൻഡ്. കൂടാതെ 18,000 രൂപ ബുക്ക് അലവൻസ് ആയിട്ടും ലഭിക്കുന്നതാണ്. MTech, കെമിക്കൽ MG പഠിക്കുന്നവർക്ക് കൂടുതലായി ട്യൂഷൻ ഫീയും 25,000 രൂപ കോണ്ടിജൻസി ഗ്രാൻറ്റും ഉണ്ട്. ട്രെയിനിങ്ങിന് ശേഷം സയന്റിഫിക് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ പെർ മന്ത് 56,100 രൂപയാണ് ലഭിക്കുന്നത്. ഇത് കയ്യിൽ കിട്ടുമ്പോൾ DA, ഹൗസ് റെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാം കൂടി ചേർത്ത് 1,05,000 രൂപയായിരിക്കും കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയാം. യോഗ്യതയ്ക്കുള്ള പഠന ശാഖകൾ, നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പഠന ശാഖകൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. മെക്കാനിക്കൽ, കെമിക്കൽ, മെറ്റലർജിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ, ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് എന്നീ എഞ്ചിനീയറിംഗ് സ്ട്രീംസിൽ 60% മാർക്കോടെ BTech വേണം. 60% മാർക്കോടെയാണ്. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MTech നേടിയവർക്കും ഇതിൽ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് BTech ആണ്. സയൻസ് PGക്കാർക്ക്
ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, അപ്ലൈഡ് ജിയോ കെമിസ്ട്രി ഇവയിൽ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. MSc, PhD യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ല. MSc ബൈ റിസർച്ച് അല്ലെങ്കിൽ PhD യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ട. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 26 വയസ്സും OBC 29 വയസ്സും SC/ST 31 വയസ്സുമാണ്. ഓക്കെ, അപ്പൊ 2022 ഓഗസ്റ്റ് 1 26 വയസ്സ് കവിയാൻ പാടില്ല. 2022 ഓഗസ്റ്റ് 1 26 വയസ്സ് കവിയാൻ പാടില്ല. പിന്നാക്ക പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് യഥാക്രമം 29, 31, 36 എന്നീ വയസ്സ് വരെ ആകാം. ഇനി ഫീസ് 500 രൂപയാണ് ഫീസ് വരുന്നത്. ഇതില് വിമൻ കാൻഡിഡേറ്റ് ബിലോങ് ടു SC/ST, കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ട്രാൻസ്ജെൻഡർ, dependents of defense personnel killed in action and physically challenged candidates are exempted from payment of application fee. അപ്പോൾ വനിതകൾ, ട്രാൻസ്ജെൻഡർ, പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ, യുദ്ധത്തിൽ മരിച്ചവരുടെ ആശ്രിതർ എന്നിവർക്ക് പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് 500 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവര് ഫെബ്രുവരി 11-നകമാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് barconlineexam.in barconlineexam.in എന്ന സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പൊ പരിശീലന കാലത്ത് അണുശക്തി വകുപ്പിന്റെ ഹോസ്റ്റലിൽ താമസിക്കേണ്ടതായിട്ടും ഉണ്ട്. ഇനി എങ്ങനെയാണ് സെലക്ഷൻ രീതി എന്ന് നോക്കാം. 2 തരത്തിലുള്ള സെലക്ഷൻ രീതിയുണ്ട്. ആദ്യത്തേത് ഓൺലൈൻ എക്സാമിനേഷൻ വഴിയുള്ള സെലക്ഷൻ രീതി എന്ന് പറയുമ്പോൾ 9 എഞ്ചിനീയറിംഗ് ശാഖകളിലും 3 സയൻസ് ശാഖകളിലും ഏപ്രിൽ 7 മുതൽ 13 വരെ ആയിരിക്കും പരീക്ഷ നടത്തുന്നത്. ഇപ്പൊ ഏപ്രിൽ മാസമാണ് പരീക്ഷ നടത്തുന്നത്. ഏപ്രിൽ 7 മുതൽ 13 വരെ നടത്തുന്ന ഓൺലൈൻ സ്ക്രീനിംഗ് ടെസ്റ്റ് 40 പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനുള്ള സ്ലോട്ട് മാർച്ച് 4 മുതൽ 18 തീയതികളിൽ ബുക്ക് ചെയ്യാനും പറ്റും. ഇനി രണ്ടാമത്തെ സെലക്ഷൻ രീതി എന്ന് പറയുന്നത് ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2021-22 ഗേറ്റ് സ്കോർ അല്ലെങ്കിൽ 2022 ഗേറ്റ് സ്കോർ. അപ്പോൾ ആ ഗേറ്റ് സ്കോർ വഴി ഏതേത് ഗേറ്റ് പേപ്പർ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏപ്രിൽ 13-നകം ഗേറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഏപ്രിൽ 13-നകമാണ് ഗേറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിനുശേഷം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും, സെലക്ഷൻ ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2 പ്രോസസ്സ് വഴി, ഇപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞത് ഒന്നെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഗേറ്റ് സ്കോർ വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് സെലക്ഷൻ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് സക്സസ്ഫുള്ളി പൂർത്തിയാക്കുന്ന ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് സയന്റിഫിക് ഓഫീസറായിട്ട് നിയമിക്കും. 55,000 രൂപയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ കിട്ടുന്ന സ്റ്റൈഫൻഡ്. ഞാൻ പറഞ്ഞതുപോലെ സയന്റിഫിക് ഓഫീസറായിട്ട് നിയമിക്കുമ്പോൾ 1,05,000 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ലൊരു അവസരമാണ്, എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് നല്ലൊരു അവസരമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ അവർ തമ്മിൽ മാത്രമേ കാണത്തുള്ളൂ. ബാക്കി ആൾക്കാർ, എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കുള്ള സുവർണ അവസരമാണ്. എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ barconlineexam.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 11. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്